ഹായ് എവ്രി വൺ. ഇപ്പോൾ നമ്മുടെ CA ഫൈനൽ ഇപ്പോൾ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, പലരും FR പേപ്പറിൽ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയില്ല. ഓക്കെ, അതുപോലെ തന്നെ റിസൾട്ട് ഇത്തവണ വന്നപ്പോൾ പൊതുവെ മാർക്ക് കുറവായിരുന്നു. അപ്പം എന്താണ് സർ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പം എല്ലാവരോടും പറയാനുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പേപ്പർ ഒന്ന് എടുപ്പിച്ച് നോക്കുക. ആ പേപ്പർ എടുപ്പിച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സജസ്റ്റ് ആൻസറുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എവിടെയാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് വന്നത്, എന്തുകൊണ്ടാണ് മാർക്ക് പോയത് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നിങ്ങൾ പേപ്പർ എടുപ്പിച്ച് തന്നെ നോക്കുക. രണ്ടാമതായിട്ട് അതിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. അസംഷൻസ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടോ, വർക്കിംഗ് നോട്ട്സ് കൃത്യമായി നിങ്ങൾ എഴുതിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ക്വസ്റ്റിൻ്റെ റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ. അതായത് നിങ്ങളോട് പ്രസൻറ്റേഷൻ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആയി ചോദിച്ചെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സ്ട്രാക്ട് വരച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചേക്കുന്ന ആ ഒരു റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ. ദെൻ അതുപോലെ തന്നെ നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലം വരുന്ന ഏരിയാസിൽ അതിൽ അപ്ലൈ ചെയ്ത പ്രൊവിഷൻ ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞിട്ടുണ്ടോ. ഇങ്ങനെയുള്ള പ്രസൻറ്റേഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു.